ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മെക് അറീന എന്ന ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കോവർ കെയാസ് എന്ന് പറയുന്ന മെക് അറീനയുടെ ഏറ്റവും പുതിയ ഇവന്റിനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. ആദ്യം നമുക്ക് ലാൻസ് വിങ് എന്ന മെക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. ലാൻസ് വിങ് ഒരു ലെജൻഡറി സ്കൗട്ട് മെക്കാണ്. ഇതിന് 24 എനർജി കപ്പാസിറ്റി ആണുള്ളത്. ഇതിൻ്റെ HP എന്നത് 1,98,000 HP ആണ്. ഇതിൻ്റെ സ്പീഡ് എന്നത് 26 km/h ആണ്. എന്ന് പറഞ്ഞാൽ ലാൻസറേക്കാളും സ്ലൈഡ്ലി സ്പീഡ് കൂടുതലാണ് ഈ മെക്കിന്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എബിലിറ്റിയാണ്, മൈൻഡ് ജമ്പ് എബിലിറ്റി. എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്യൂഷൻ മെക്കാണ്. എന്ന് പറഞ്ഞാൽ ലാൻസറും ചീറ്റയും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ഫ്യൂഷൻ. എന്ന് പറഞ്ഞാൽ ഇത് ലാൻസറിനെ പോലെ മുകളിലോട്ട് ചാടുകയും താഴെ ലാൻഡ് ചെയ്യുമ്പോൾ ചീറ്റയെ പോലെ മൈൻഡ്സ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാൻസറിനെ പോലെ ഒരു ജമ്പല്ല, ഇതിന് 2 ജമ്പുണ്ട്. 2 ജമ്പ് പോലെ 2 ചാൻസ് ഉണ്ട് ഇതിന് ഒരു പ്രാവശ്യം ജമ്പ് ചെയ്യും. പിന്നെ മാത്രമല്ല ചീറ്റയ്ക്കും 3 മൈൻഡ്സ് ഉണ്ടെങ്കിൽ ഇതിന് 2 മൈൻഡ്സേ ഉള്ളൂ. എന്നാൽ ഈ 2 മൈൻഡ്സ് ആദ്യം ഒരു ജമ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ജമ്പ് 1 മൈൻഡ്സ് ഈസ് ഡ്രോപ്പ്, ഒരു മൈൻഡ് ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ജമ്പ് ചെയ്യുമ്പോൾ രണ്ടാമതൊരു മൈൻഡ് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. അത് വളരെ നല്ല ഫീച്ചറാണ്. അത് 2 ചാൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എബിലിറ്റി കൂൾ ഡൗൺ ഉള്ളത്. ആ എബിലിറ്റി കൂൾ ഡൗൺ എന്ന് പറയുന്നത് ജസ്റ്റ് 7 seconds ആണ്. നോട്ട് ബാഡ്. പിന്നെ ഇതിൻ്റെ മൈൻഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ 38,000 ആണ്. എന്ന് പറഞ്ഞാൽ ചീറ്റയുടെ മൈൻഡ്സിൻ്റെ സെയിം ഡാമേജ് ആണ് ഇതിൻ്റെ മൈൻഡ്സിനും ഉള്ളത്. ഇത് ചീറ്റക്കാളും ബെറ്ററും ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ see you soon guys for ലാൻസ് വിങ് റിവ്യൂ. പിന്നെ ഇത് 18 എനർജി കപ്പാസിറ്റിയിൽ ആണ് ഈ ഇവൻറ്റ് ക്രിയേറ്റർ റഷ്യൻ ഇത് അവൈലബിൾ ആയി ഇരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ലാൻസ് വിങ് എന്ന മെക്കിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഫ്യൂസ് മോട്ടർ എന്ന വെപ്പണെ കുറിച്ചാണ്. ഫ്യൂസ് മോട്ടർ ഒരു എപ്പിക് ആർട്ടിലറി വെപ്പണാണ്. ഇത് ഈ ഇവൻറ്റ് 2 എനർജി കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഫ്യൂസ് മോട്ടർ 10 ആൻഡ് ഫ്യൂസ് മോട്ടർ 12. ആദ്യം നമുക്ക് ഫ്യൂസ് മോട്ടർ 10നെ പറ്റി പറയാം. ഫ്യൂസ് മോട്ടർ 10ൻ്റെ ഡാമേജിനെ കുറിച്ച് ഫസ്റ്റ് പറയാം. ഡാമേജ് എന്ന് പറഞ്ഞാൽ 1,47,000 ഡാമേജ് ആണ്. എന്ന് പറഞ്ഞാൽ റോക്കറ്റ് മോട്ടർ 12നേക്കാളും ഡാമേജ് കൂടുതലാണ് ഈ വെപ്പൺ. ഫ്യൂസ് മോട്ടർ 12ൻ്റെ ഡാമേജ് നോക്കുകയാണെങ്കിൽ 1,81,000 ഡാമേജ് ആണുള്ളത്. എന്ന് പറഞ്ഞാൽ റോക്കറ്റ് മോട്ടർ 12നേക്കാളും 50 to 60% മോർ ഡാമേജ് ആണ് ഈ വെപ്പൺ ഉള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാർക്കാണ് ട്രിപ്പ് ഹസാർഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റോക്കറ്റ് മോട്ടർ പോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് റോക്കറ്റ് മോട്ടറിനെ പോലെ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ടാർഗറ്റ് ലോക്കിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 45 to 225 meters ആണ് ഇതിൻ്റെ റേഞ്ച്. എന്ന് പറഞ്ഞാൽ റോക്കറ്റ് മോട്ടറിൻ്റെ എക്സാക്ട് സെയിം റേഞ്ചാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് അവിടെ വന്നിട്ടേ. പിന്നെ ഈ ട്രിപ്പ് ഹസാർഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റോക്കറ്റ് മോട്ടറിൻ്റെ സെയിം ഫങ്ഷൻ ആണുള്ളത്. ഇത് റോക്കറ്റ് മോട്ടറിനെ പോലെ ഇതൊരു മെക്കിനെ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നതായിരിക്കും. ടാർഗറ്റ് ലോക്ക് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും മിസൈൽസ്. പക്ഷേ എന്നാൽ ഇവിടെ മിസൈൽസ് അല്ല, ബോംബാണ്. അതായത് ഒരു ഗ്രേറ്റ് ഫീച്ചറാണ്. റോക്കറ്റ് മോട്ടറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോക്കറ്റ് മോട്ടർ ഒരു കുഴപ്പമില്ല, ഡാമേജ് ഒക്കെ ശരിക്കും മാസീവാണ്. എന്നാൽ റോക്കറ്റ് മോട്ടർ മിസൈൽസ് വിടുന്നുണ്ട്. ആ മിസൈൽസ് നേരെ തന്നെ ഇടിക്കും, കൃത്യം നേരെയാണ് ഇരിക്കുന്നത്, കറക്റ്റ് സ്ട്രൈക്ക്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഫാസ്റ്റ് മെക്സുകൾക്കും സ്റ്റെൽഫ് മെക്സുകൾക്കും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാനും സാധിക്കും. അപ്പോൾ അവരെ കില്ല് ചെയ്യാനുള്ള ചാൻസ് വെരി ലെസ്സാണ്. എന്നാൽ ഇവിടെ ഫ്യൂസ് മോട്ടറിൽ വരുമ്പോൾ ഈ ട്രിപ്പ് ഹസാർഡ് എന്ന ഫീച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെക്കുകളിൽ ബോംബാണ്. അപ്പോൾ
മാസീവ് റേഡിയസ് ഉണ്ടാകുന്നതായിരിക്കും, അതിന് ഒരു സ്ലൈറ്റ് ഡിലേ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബോംബ്സ് ഒക്കെ ഡൊണേറ്റ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ 5 seconds ആണ്. ഇത് ബോംബ് ആയതുകൊണ്ട് ഇത് മെക്കകൾക്ക് ചുറ്റും വരുന്നത് കൊണ്ട് പിന്നെ ഇതിൻ്റെ ഡാമേജും കൂടുതലാണ് ഉള്ളത് കൊണ്ട് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ചെയ്യുന്നുണ്ട്, മെക്കകളെ സിമ്പിളായിട്ട് കൊല്ലാനും. അപ്പോൾ റോക്കറ്റ് മോട്ടർ മിസൈൽ പോലെയല്ല, ഇത് ബോംബ്സ് ആണ്. അടുത്തത് റിവോൾക്കർ 16 കുറിച്ചാണ് പറയാനുള്ളത്. റിവോൾക്കർ 8ഉം 10ഉം ഒക്കെ വളരെ വേറെ ലെവൽ വെപ്പണായിരുന്നു. ഇതൊരു ക്ലോസ് ക്വാർട്ടർ വെപ്പണാണ്, ലെജൻഡറി. ഇതിൻ്റെ ഡാമേജ് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കൊന്ന് ഒരു ഇത് കിട്ടൂല, കാരണം ഇതൊരു ബാഡ് വെപ്പണായിട്ടേ തോന്നുള്ളൂ. എന്നാൽ ഇതിന് സീരിയസ് ആയിട്ടുള്ള ഡബിൾ ഡാമേജിങ് ഉണ്ട്, പിന്നെ അത്യാവശ്യം റേഞ്ചും ഉള്ള ഒരു ക്ലോസ് ക്വാർട്ടറാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഷോട്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ റീലോഡ് ഗൈസ്. ഇവിടെ റീലോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, മാഗസീൻ ഇല്ല, റീലോഡ് ഇല്ല, ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാരണം ഗാർഡിൻ്റെ സിസ്റ്റം ക്രാഷിന് മുമ്പിലൊക്കെ വളരെ ഈസി ആയിട്ട് പിടിച്ചു നിൽക്കാൻ ഇതിന് സാധിക്കും. അതൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ഇത് എത്രത്തോളം നമ്മൾ അടുത്താണുള്ളത് അത്രത്തോളം വേഗതയിൽ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 16 പറയുമ്പോൾ ഇത് സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ആണ്. നമുക്ക് പറയാം നമ്പർ ഗൺ 16 വളരെ മികച്ച ഒരു വെപ്പൺ ആയിരിക്കും ഈ റിവോൾക്കർ 16 എന്ന് നമുക്ക് കരുതാം. അടുത്തത് ഒരു സ്കിൻ ഉണ്ട്, ഇവന്റ് ക്രൈറ്റ് റഷിൽ സ്കിൻ വരാൻ പോവാണ്. അപ്പോൾ ഹെംലോക്കിന്റെ നൈറ്റ് ടെറർ എന്നൊരു ലെജൻഡറി സ്കിൻ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ തന്നെ ഈ ഇവന്റിന്റെ ഭാഗമായിട്ട് സ്കിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതും എപ്പിക് ഫോർ ഓൾ മെക്സ്. അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ സ്കിന്നും. പിന്നെ ഇതിൽ ഡെർബി ഇവന്റ്സ് വരുന്നുണ്ട്, കമ്മിങ് സൂൺ ആണ്. പിന്നെ അതർ ഇവന്റ്സിൽ ഇവിടെ അറീന പ്ലേ ഓഫ് ഇവന്റിലാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുള്ളത്. ഇതുവരെ മെക്കറീനയിൽ കാണാത്ത ഒരു സംഭവമാണുള്ളത്. ഇവിടെ നമുക്ക് വാരി കോട്ടി റിവാർഡ്സ് ഉണ്ട്. ഞാൻ ഈ ഒബ്ജക്റ്റീവ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലീഡർ ബോർഡ് ശരിക്കും നെറ്റലാണ്. ഏകദേശം 100 മെമ്പേഴ്സ് ഉണ്ട്. ഈ 100ഉം കഴിഞ്ഞില്ല, 100ൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്. ഇത് കിട്ടാനുള്ള ചാൻസ് വളരെ ലെസ്സാണ്. എന്തായാലും ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ എത്തുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും 16,000 കോയിൻസ്, 3 lakhs ക്രെഡിറ്റ്സ് ആൻഡ് 100 ഫോർച്യൂൺ കീസ്. പിന്നെ സെക്കൻഡ് കിട്ടുന്നവർക്ക് 8,000 കോയിൻ, 2 lakh ക്രെഡിറ്റ്സ്, പിന്നെ 80 ഫോർച്യൂൺ കീസ്. നെക്സ്റ്റിൽ ഏറ്റവും തേർഡ് കിട്ടുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന 4,000 കോയിൻസ്, 1 lakh ക്രെഡിറ്റ്സ് ആൻഡ് 50 ഫോർച്യൂൺ കീസ്. 3 പൊസിഷനിൽ എത്തുന്നത് ഭയങ്കര ഒരു ചലഞ്ചാണ്. ഇതിനുള്ള ചാൻസ് വളരെ ലെസ്സാണ്. പിന്നെ ഇത് ഇവൻറ്റിന് തന്നെ ഏകദേശം 5 weeks വരെ ഉള്ള ഇവൻ്റാണ്. സാധാരണ ഇവൻ്റ് 2 weeks വരെ ഉള്ളൂ, ഇത് 5 weeks വരെ ഉള്ള ഒരു അറീന പ്ലേ ഓഫ് ഇവൻ്റാണ്. ബെസ്റ്റ് അറീന പ്ലേ ഓഫ് ഇവൻ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഓവർ കയാസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.